അഹങ്കാരം ഒരു വല്ലാത്ത വികാരമാണെന്ന് തോന്നുന്നു അല്ലേ? പലപ്പോഴും യാത്രകൾക്കിടയിൽ, സാമൂഹ്യ ജീവിതത്തിനിടയിലൊക്കെ വല്ലപ്പോഴുമൊക്കെ ഈ അഹങ്കാരം എന്ന കറുത്ത പർവ്വതങ്ങളെ നാം കണ്ടുമുട്ടാറ്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര. നിരഹങ്കാര എന്നൊരു പദമുണ്ട്. അഹങ്കാരമില്ലാത്തവനായിരിക്കുക. ഞാൻ എന്ന ഭാവം, ആ ധാർഷ്ട്യം ഇല്ലാത്തവനായി ജീവിക്കുക എന്നർത്ഥം. വിനയമാണ് ഏറ്റവും വലിയ ആഭരണം. മഹാഭാരതത്തിൽ ഒരു ചെറിയ ഉദാഹരണമുണ്ട്. നദികൾ എല്ലാ വൃക്ഷങ്ങളെയും കടപുഴക്കി സമുദ്രത്തിന് കൊണ്ടുകൊടുക്കും. പക്ഷേ ആറ്റുവഞ്ചി എന്ന് പറയുന്ന വൃക്ഷത്തെ മാത്രം ഇളക്കുവാൻ നദിക്ക് കഴിയുന്നില്ല. സമുദ്രം നദികളോട് പറഞ്ഞു, ആറ്റുവഞ്ചിയെ കൂടി ഇളക്കി എനിക്ക് കൊണ്ടുതരിക. നദികൾ പറഞ്ഞു, അതുമാത്രം അസാധ്യമാണ്. കാരണം വലിയ തിരമാലകളോടെ ശക്തിയോടെ ഞങ്ങൾ ഈ വൃക്ഷത്തെ സമീപിക്കുമ്പോൾ ശിരസ്സാകുന്ന മുകളിലത്തെ ചില്ലകൾ കുനിച്ച് വെള്ളത്തിലേക്ക് ആറ്റുവഞ്ചി താഴ്ത്തുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ വേരുകൾ ഇളക്കുവാൻ കഴിയുന്നില്ല. ശിരസ് കുനിക്കുവാൻ ആറ്റുവഞ്ചി പഠിച്ചിരിക്കുന്നത് കൊണ്ട് നദികൾക്ക് ആറ്റുവഞ്ചിയെ ഇളക്കുവാൻ കഴിയുന്നില്ല എന്നർത്ഥം. വിനയത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ഒരനുഭവം കൂടി ഓർത്തു പോവുകയാണ്. ഒരിക്കൽ പ്രഭാഷകനായിട്ട് ഞാൻ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാലത്തിന് സമീപം വണ്ടി എത്തിയപ്പോൾ മുൻപോട്ട് വണ്ടി എടുക്കുവാൻ വയ്യ. ഒരു വണ്ടിക്ക് മാത്രം പോകുവാൻ സ്ഥലമുള്ള ഒരു പാലമാണ്. ആ പാലത്തിൻ്റെ ഒരു വശത്ത് ഒരു ലോറിക്കാരൻ കൊണ്ട് വണ്ടി ഇട്ടിരിക്കുന്നു, മറുവശത്ത് ഒരു കാറുകാരനുമുണ്ട്. ആരെങ്കിലും ഒരാൾ വണ്ടി പുറകോട്ടെടുത്താലേ പോകാൻ പോകും. രണ്ടുപേരും വണ്ടി പുറകോട്ടെടുക്കാൻ തയ്യാറല്ല. ലോറിക്കാരൻ പറഞ്ഞു, 9 മണി കഴിഞ്ഞ് 14-ാമത്തെ മിനിറ്റിൽ എൻ്റെ ഈ ലോറിയുടെ ഫ്രണ്ട് ടയർ ഈ പാലത്തിൽ സ്പർശിച്ചു. കാറുകാരൻ പറഞ്ഞു, 9 മണി കഴിഞ്ഞ് 13-ാമത്തെ മിനിറ്റിൽ എൻ്റെ കാറാണ് ഇപ്പുറം എത്തിയത്. രണ്ടുപേരും പുറകോട്ടെടുക്കുവാൻ തയ്യാറാവുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ കാറുകാരൻ അന്നത്തെ പേപ്പർ എടുത്തിട്ട് ലോറിക്കാരൻ കാണത്തക്കവണ്ണം വായിക്കാൻ തുടങ്ങി കാറിൽ. അവൻ അപ്പോൾ വണ്ടി പുറകോട്ട് എടുക്കുമെന്ന ഒരു ധാരണയിൽ ഈ വണ്ടിക്കാരൻ ഈ പേപ്പർ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. ലോറിക്കാരൻ തല വെളിയിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, ഇന്നത്തെ പേപ്പറാണെങ്കിൽ ഞാൻ വായിച്ചതല്ല, വായിച്ചു കഴിഞ്ഞ് എനിക്ക് തരണം. അഹങ്കാരമെന്ന കാളകൂട വിഷം തടം കെട്ടി നിൽക്കുന്ന ഭീകരമായ മനുഷ്യ മനസ്സിൻ്റെ ഒരവസ്ഥ, വിനയം കൈവെടിഞ്ഞ ഒരവസ്ഥ. ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ കാറുകളെ പുറകോട്ട് വലിക്കുവാൻ നാം പഠിക്കും.